നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. അമീബിക് മസ്തിഷ്ക ജ്വരം പാടൂരിൽ സ്ഥിരീകരിച്ചതോടെ ഭീതിയിൽ ജില്ല. അപൂർവ രോഗം സ്ഥിരീകരിച്ച 12-കാരൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 12-കാരന് രോഗബാധയുണ്ടായത് എവിടെ നിന്ന് കണ്ടെത്താനായില്ല. സംസ്ഥാനത്ത് 3-ാം പാതയ്ക്ക് റെയിൽവേ സർവേ ആരംഭിച്ചു. ഷൊർണൂർ, മംഗലൂരു, ഷൊർണൂർ, കോയമ്പത്തൂർ, എറണാകുളം, ഷൊർണൂർ പാതകളിലാണ് 3-ാം പാതയ്ക്ക് സാധ്യതയുള്ളത്. ഇരിങ്ങാലക്കുട നഗരസഭ ട്രെഞ്ചിംഗ് ഗ്രൌണ്ടിലേക്ക് എത്തിയ വാഹനങ്ങൾ ഹെവൻശ്രീ പ്രവർത്തകർ തടഞ്ഞു. ട്രെഞ്ചിംഗ് ഗ്രൌണ്ടിൽ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന ഹെവൻശ്രീ അംഗങ്ങൾക്കുള്ള ശമ്പളം നൽകാത്തതിനെ തുടർന്നാണ് 17ഓളം വരുന്ന സ്ത്രീ പ്രവർത്തകർ മാലിന്യങ്ങൾ കൊണ്ടുവന്ന വാഹനങ്ങൾ തടഞ്ഞത്. തൃശൂർ കമ്മീഷണർ ഓഫീസും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ബോംബ് വെച്ച് തകർക്കുമെന്ന ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ തീക്കാറ്റ് സാജന്റ് ഒളിവിൽ തന്നെ. തിങ്കളാഴ്ച പുലർച്ചെയാണ് സാജന്റ് തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലേക്ക് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. 13 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ വയോധികനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടകമ്പാൽ ചിറക്കൽ സ്വദേശി പയ്യുവളപ്പിൽ വീട്ടിൽ ഉമ്മറാണ് അറസ്റ്റിലായത്. വികസന പ്രതീക്ഷകളുമായി ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തെത്തി. സാൻ ഫെർണാഡോ മദർഷിപ്പിന് തുറമുഖത്ത് വാട്ടർ സല്യൂട്ട് നൽകി ട്രയൽ റൺ ഉദ്ഘാടനവും മദർഷിപ്പിന് സ്വീകരണവും നാളെ നടക്കും. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ 8 ആനകളെത്തും. ഈ മാസം 16-നാണ് ആനയൂട്ട്. ആനയൂട്ടിന് മുന്നോടിയായി രാവിലെ മഹാഗണപതി ഹോമം നടക്കും. ദേശീയപാത ശ്രീനാരായണപുരം 5-ാം പരുത്തിയിൽ ചരക്ക് ലോറി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ വീടിന്റെ ഇരുമ്പ് മതിൽ തകർത്ത് മറിയുകയായിരുന്നു. കുന്നംകുളം ഒനീറോ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ചിയാനൂർ സ്വദേശി പൂത്തിങ്കൽ വീട്ടിൽ ഇനാശുവിനാണ് പരിക്കേറ്റത്. ദേശീയപാത ചെമ്പൂത്രയിൽ ഡിവൈഡറിലിടിച്ച് ചരക്ക് ലോറി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാൽനട യാത്ര പോലും സാധ്യമാകാതെ ചേലക്കര വട്ടുള്ളി മല്ലിശ്ശേരി കാവ് റോഡ്. ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പുകൾ ഇടാൻ വേണ്ടി റോഡ് കുത്തിപ്പൊളിച്ചിട്ടതാണ് ദുരിതമാകുന്നത്. പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. തെങ്ങാട് മൈതാനിയിലെ നായ്ക്കനാലിൽ അപകടാവസ്ഥയിലായിരുന്ന ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു നീക്കി. ഉൾവശം പൊള്ളയാണെന്ന പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റിയത്. മണമ്പേട്ട വട്ടാണത്രയിൽ വീടിന്റെ പുറകുവശം ഇടിഞ്ഞു വീണു. തൈപ്പറമ്പിൽ ബിനോയുടെ വീടിന്റെ പുറകുവശമാണ് ഇടിഞ്ഞു വീണത്. ആർക്കും പരിക്കില്ല. കുന്നംകുളം ചെറുവത്താനെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. പെങ്ങാമുക്ക കോട്ടിലിങ്ങൽ വീട്ടിൽ ശ്രീരാജിനാണ് പരിക്കേറ്റത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കുട്ടംകുളം നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ അനുവദിച്ച തുക പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കുളം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുന്നതിനായി 4 കോടി രൂപ കൈമാറിയെന്നും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. തൃശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ ശൌചാലയം ഉടൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശക്തൻ പച്ചക്കറി മാർക്കറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. ഉപവാസ സമരം FITU സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ നെല്ലിപ്പറമ്പ് ജംഗ്ഷനുള്ള കലുങ്ക് പാലം അപകട ഭീഷണി ഉയർത്തുന്നു. ഏതാനും വർഷം മുൻപ് റോഡ് മെക്കാഡാം ടാറിംഗ് നടത്തി നവീകരിച്ചപ്പോൾ കലുങ്ക് പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കാതിരുന്നതാണ് അപകട ഭീഷണിക്ക് കാരണം. ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നാളെ ആഘോഷിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ ആദരിക്കൽ, പഠന സഹായ വിതരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. മുരിയാട് പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSSPU തെക്കുംകര യൂണിറ്റിന്റെ സ്പെഷ്യൽ കൺവെൻഷൻ നടന്നു. ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി K. ജോർജ് ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര ഫാം പ്ലാൻ കർഷക സമിതിയുടെ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷി വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്തിന്റെയും കൊടകര സൈബർ പോലീസ് വിംഗിന്റെയും ആഭിമുഖ്യത്തിൽ സൈബർ നിയമങ്ങളെയും കുറ്റകൃത്യങ്ങളെയും സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു.
കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ചാലിശ്ശേരി കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തിലെ ഒന്നാം വിള കൃഷിയുടെ നടീൽ പൂർത്തിയായി. വേനൽ മഴ കനത്തതും തുടർന്നുള്ള കാലവർഷത്തിന്റെ വരവും കാരണം പൊടിവിത ഒഴിവാക്കി ഞാറ്റടി തയ്യാറാക്കിയാണ് ഇത്തവണ കൃഷിയിറക്കിയത്. തൃശൂർ സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന രാമായണ ഫെസ്റ്റിന്റെ ഭാഗമായുള്ള വാത്മീകി പുരസ്കാരത്തിന് ഗായിക KS ചിത്ര അർഹയായി. ട്രസ്റ്റിന്റെ രാമസംഗീതശ്രീ പുരസ്കാരത്തിന് കർണാടിക് സംഗീത രംഗത്തെ യുവ ഗായിക ഡോക്ടർ NJ നന്ദിനിയും അർഹയായി. 25,000 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പെൺകുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായ പോരാട്ടം പ്രമേയമാക്കി ഒരുക്കുന്ന മാജിക് ടൗൺ എന്ന സിനിമയുടെ ചിത്രീകരണം തിങ്കളാഴ്ച തൃശൂരിൽ ആരംഭിക്കും. സാഹിത്യകാരനും ജനകീയ സിനിമാ പ്രവർത്തകനുമായ ശ്രീ പ്രതാപാണ് ഈ ക്രൈം ത്രില്ലർ സിനിമയുടെ കഥ, തിരക്കഥ, സംവിധാനം നിർവഹിക്കുന്നത്. ജൻശിക്ഷൻ സംസ്ഥാൻ തൃശൂർ പരിശീലന കേന്ദ്രത്തിലെ പരിശീലനം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ സർട്ടിഫിക്കറ്റ് വിതരണം സാഹിത്യ അക്കാദമി ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ യോഗ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 7ാമത് ജില്ലാ സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച തൃശൂരിൽ നടക്കും. ചാമ്പ്യൻഷിപ്പ് K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. കാഴ്ചപരിമിതരുടെ കുടുംബസംഗമം ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന സേവാഭാരതി. ഇരിങ്ങാലക്കുട സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം LP സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നൃത്താധ്യാപകൻ കുട്ടൻ നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ K കൃഷ്ണൻകുട്ടി, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ KG ശാരിക, K സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. കരുവന്നൂർ വലിയ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയുള്ള ആത്മഹത്യ തടയുന്നതിന് അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് 2 ആഴ്ചക്കുള്ളിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ KSTP ഉദ്യോഗസ്ഥർക്ക് നൽകിയെന്നും മന്ത്രി. മുസ്രീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച മതിലകത്തെ ബംഗ്ലാവ് കടവ് കാട് കയറി നശിക്കുന്നു. ബംഗ്ലാവ് കടവ് ചരിത്ര മ്യൂസിയമാക്കി മാറ്റുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. റാങ്ക് പട്ടികയിൽ 52,500 വിദ്യാർത്ഥികൾ ഇടം നേടി. ആദ്യ 100 റാങ്കിൽ 13 പെൺകുട്ടികളും 87 ആൺകുട്ടികളുമാണ്. കേരള സിലബസിൽ നിന്ന് 2034 പേരും CBSE സിലബസിൽ നിന്ന് 2785 പേരും റാങ്കിൽ ഇടം നേടി. എഞ്ചിനീയറിംഗ് 1ാം റാങ്ക് ആലപ്പുഴ സ്വദേശി P ദേവനന്ദനും 2ാം റാങ്ക് മലപ്പുറം സ്വദേശി ഹഫീസ് റഹ്മാനുമാണ്. പെൺകുട്ടികളിൽ എറണാകുളം സ്വദേശിനി പൂർണിമ രാജീവാണ് ഒന്നാമത്. പുന്നേർകുളം പാപ്പാളി ബീച്ചിൽ കാറ്റാടി മരം തലയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പാപ്പാളി പോർന്നത്ത് സലീമിന്റെ ഭാര്യ 47 വയസ്സുള്ള ഫാത്തിമയാണ് മരിച്ചത്. വേലൂരിൽ കിണറ്റിൽ ഡീസൽ ഒഴിച്ച് മലിനപ്പെടുത്തി. വേലൂർ വായനശാലയ്ക്ക് സമീപം താമസിക്കുന്ന ചിരപ്പറമ്പിൽ ബിജുവിന്റെ വീട്ടിലെ കിണറ്റിലാണ് രാത്രി സാമൂഹ്യ വിരുദ്ധർ ഡീസൽ കലർത്തി കുടിവെള്ളം മലിനമാക്കിയത്. 2.5 കോടിയിലേറെ രൂപ ചെലവഴിച്ച് നടത്തിയ പാവർട്ടി സെന്റർ വികസനം അവതാളത്തിലായതിൽ പ്രതിഷേധിച്ച് പാവർട്ടി മെർച്ചന്റ് അസോസിയേഷൻ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ മെർച്ചന്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി പഞ്ചായത്തിലെ 1ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി CPM സ്വതന്ത്ര ബബിത സുരേഷ്, NDA സ്ഥാനാർത്ഥിയായി സരിത രാജീവ്, SDPI സ്ഥാനാർത്ഥിയായി ഷാമില ഹബീബ് എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. SSF കുന്നംകുളം ഡിവിഷൻ സാഹിത്യോത്സവം വെള്ളി ശനി ദിവസങ്ങളായി വെള്ളർക്കാട് മുക്രീത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കും. വെള്ളിയാഴ്ച SYS കുന്നംകുളം മേഖലാ പ്രസിഡന്റ് അലി അസ്ഹനി ഉദ്ഘാടനം ചെയ്യും. പാവർട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. പോലീസ് അക്കാദമി സബ് ഇൻസ്പെക്ടർ ജിയോ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.